അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റമളാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബു ജഹന്നം വസുൽസിലത്തിശ് ശയാത്തീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമളാൻ മാസം കടന്നുവന്നാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും, പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമല്ലാ അവരുടെ സ്വഹീഹുകളിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. റമളാനിൻ്റെ പ്രവേശനത്തോടെ സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും, പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടും. ഇവയാണ് ആ 3 സംഗതികൾ. സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ആ 8 കവാടങ്ങളും റമളാനായിക്കഴിഞ്ഞാൽ തുറക്കപ്പെടും. നരകത്തിന് 7 കവാടങ്ങളാണുള്ളത്. ആ കവാടങ്ങളെല്ലാം റമളാനായിക്കഴിഞ്ഞാൽ അടക്കപ്പെടും. പരിശുദ്ധ റമളാനിൻ്റെ മാത്രം സവിശേഷതയാണിത്. പരിശുദ്ധ റമളാനിൻ്റെ മഹത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും പ്രാധാന്യമുള്ള ഈ മാസത്തിൽ നമസ്കാരം, ദാനധർമ്മം, ദിക്ർ, ഖുർആൻ പാരായണം തുടങ്ങി ധാരാളം പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നേറുവാനും തിന്മകളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനുമുള്ള ഒരു പ്രേരണ കൂടിയാണ് ഈ ഹദീസ്. പരിശുദ്ധ റമളാനിൽ പ്രവേശിക്കുവാനും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുവാനും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.